ഹായ്, ഇന്നൊരു വെട്ടിക്കൂട്ടൽ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടീനിയം എല്ലാം വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. എല്ലാ അടീനിയം ഞങ്ങൾ പോയി സൂര്യനെ കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊക്കോണ്ടിരുന്നു. അപ്പോൾ പൊങ്ങി പോകുന്ന കൂട്ടിട്ട് ഒന്നോ രണ്ടോ പൂക്കളും പൂക്കും. അപ്പോൾ പൂക്കൾ ഇരിക്കുന്ന കാരണം വെട്ടിക്കളയാൻ ഭയങ്കര ദുഃഖമാണ് എനിക്ക്. അതുകൊണ്ട് ഒരു ചെടികളും അങ്ങനെ പ്രൂൺ ചെയ്യലില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു പ്രൂൺ ചെയ്യലിൻ്റെ മഹത്വം മനസ്സിലാക്കി പ്രൂൺ ചെയ്ത് തുടങ്ങിയത്. കണ്ടോ, ഇതുപോലെ പോയിട്ട് ഒരു പൂ കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കരുതി എല്ലാത്തിനെയും ഒന്ന് പ്രൂൺ ചെയ്യാം. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്സ്. ബാക്കിയെല്ലാം ഇതിനകത്തുനിന്ന് കിട്ടിയ വിത്തുകൾ ഇട്ടിട്ട് കിളിപ്പിച്ചെടുത്തതാണേ. അപ്പോൾ ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത്. കാണാത്തവർ കണ്ടോളൂ. ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് എന്താണ് ഇതെന്ന്. അപ്പോൾ ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത്. അടീനിയത്തിൻ്റെ വിത്ത് പാകമായി നിറം മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് സൈഡിൽ റബ്ബർ ബാൻഡോ നൂലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ കൊമ്പ് പോലുള്ള അതിൻ്റെ അഗ്രഭാഗത്തും എൻഡ് ഭാഗത്തും ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അപ്പപ്പന്താടി പോലെ പറന്നു പോകും. ഇപ്പോൾ പ്രൂൺ ചെയ്യാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലൊരു വിത്ത് വേറൊരു ചെടിയിൽ കുറച്ച് വലുത് നിന്നിരുന്നു. അപ്പോൾ ഇന്നലെ മെനങ്ങാന്നും എൻ്റെ കണ്ണ് അതിലോട്ട് എത്തിയില്ല. അതുകൊണ്ട് തന്നെ അത് പൊട്ടി പറന്നുപോയി. ആ ദുഃഖം കാരണം ഞാൻ എല്ലാത്തിനെയും ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. കണ്ടോ, ഇതുപോലെ വള്ളി പോലെ വന്നിട്ട് ഒരു പൂ രണ്ട് പൂ പൂക്കും. പൂ കാണുമ്പോൾ പിന്നെ അതിനെ വെട്ടാനും തോന്നാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രൂണിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ സാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള നമ്മുടെ വിത്തെടുത്തതിനുള്ള ബാക്കിയുള്ള നമ്മുടെ ഇതാണ്. ഇത് പിള്ളേർ ഊതി കളിക്കും. അതുപോലെ ഞാനും എടുത്ത് ചുമ്മാ ഒന്ന് ഊതി കളിച്ചതാണ്. അപ്പൂപ്പൻ താടി പോലെ ഇതിങ്ങനെ പറന്ന് പൊക്കോണ്ടേയിരിക്കും. ഇതാണ് അതിൻ്റെ വിത്ത് വരുന്നത്. വിത്ത് നമുക്ക് വളമുള്ള മണ്ണൊന്നും വേണ്ട, വെറും മണലോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് പാകി വെച്ച് കൊടുത്താൽ അതിരുന്ന് വളർന്നോളും. ഇതാണ് വിത്തുകൾ. ഞാനിങ്ങനെ പറക്കിയെടുത്ത് വന്നിരുന്നതാണ്. അപ്പോൾ ഒരുപാട് വിത്തുകളൊന്നും ഇല്ല ഇപ്രാവശ്യം. കുറച്ച് വിത്തേ കിട്ടിയുള്ളൂ നല്ലത്. ബാക്കിയെല്ലാം കേടായ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിത്തുകളായിരുന്നു. ഈ വിത്തിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ അപ്പപ്പന്താടി പോലെയുള്ള ഈ ഒരു ഇത് കാണും. അപ്പം ആ ഒരു രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് കളയണം. അപ്പോൾ നമുക്കത് ഇതിങ്ങ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അപ്പപ്പന്താടി പറന്ന് പോകുന്ന പോലെ അങ്ങ് പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്തുകൾ. വിത്തുകൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടാം. എനിക്ക് തോന്നുന്നു അധികം ദിവസങ്ങളിൽ വയ്ക്കാതെ പെട്ടെന്ന് തന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രോത്തുള്ള ചെടികൾ കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ഒരു 5-6 ചെടി ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഞാൻ വിത്തിട്ട് കിളിപ്പിച്ചതാണ്. ഹാപ്പി